ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ 30 ദിവസത്തെ കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ എന്താണിത് 30ാമത്തെ ദിവസമാണെന്ന്. അപ്പം അതിൻ്റെ പാക്കും കാര്യങ്ങളും റിസൾട്ടും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും അറിയാത്ത കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വീഡിയോ ഇടണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാനൊരു ലോങ് വീഡിയോ ഇടാണ് ഗൈസ്. അപ്പം നമ്മുടെ 30ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അതിനെപ്പറ്റി ഓർത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഉറക്കമൊക്കെ എണ്ണീറ്റ് വന്നപ്പോൾ പെട്ടെന്ന് ഷട്ടപ്പട്ടേ എന്നുള്ളൊരു ഓർമ്മയിൽ വന്നു, വീഡിയോ എടുത്തു. അതാണ് നിങ്ങളെൻ്റെ കുറച്ച് കോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത്. ഉറക്കപ്പിച്ചയിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു, നമ്മുടെ മുടി ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം വന്നു മുടി അഴിച്ചിട്ടു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്നലെ മുടി കെട്ടി കിടന്നത്. എന്നിട്ട് മുടി അഴിച്ചിട്ടു, രണ്ട് സൈഡിലെയും ജടകൾ നന്നായിട്ടൊന്ന് കളയുന്നു. എപ്പോഴും നമ്മൾ മുടിയുടെ ജട കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുടിയുടെ എൻഡ് തൊട്ട് നമ്മുടെ മുകളിലേക്ക്, അങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ എപ്പോഴും ജട കളയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഹെയർ ഫോൾ എനിക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ കുറവായിട്ടുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയറിനെ കെയർ ചെയ്താൽ നമ്മുടെ മുടി ഒരുപാട് കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. പിന്നെ പൊതുവേ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മഴക്കാലത്ത് മുടി പൊഴിച്ചിൽ ഭയങ്കര കൂടുതലായിരിക്കും. സോ അതെന്ന് പറയുന്നത് കോമൺ ആണ്, നാച്ചുറലാണ്. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അല്ലെങ്കിൽ ചലഞ്ചിലൊക്കെ ജോയിൻ ആയിട്ട് നിങ്ങൾ പറയും, അവളുടെ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ മുടി പോയി എന്ന് പറയരുത് ഗൈസ്. കാര്യം നമ്മുടെ മഴക്കാലത്ത് ഭയങ്കര മുടി കൊഴിച്ചിലാണ് കേട്ടോ. അത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുക, നിങ്ങളുടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെയറിനെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ഉടക്കും കാര്യങ്ങളുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ്മേരി വാട്ടർ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും ലെന്തിലുമൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് 1-2 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. കാര്യം ഞാൻ 2 മാസം വരെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് മാത്രം വെളിയിലൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ നന്നായിട്ട് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. പിന്നെ രാവിലെ കാപ്പി കുടി കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. എന്നിട്ട് അറിയോ, നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പായിട്ട്, ഒരുപാട് അതുക്ക് മുന്നാടി നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാര്യം അതായത് ചിലരുണ്ട് രാവിലെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മോയ്സ്ചറായിട്ടൊക്കെ ഇരിക്കട്ടെ, എണ്ണമയൊക്കെ പിടിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി വയ്ക്കുക. നമ്മൾ കോഴിയൊക്കെ ഫ്രൈ ആക്കാൻ വെക്കുന്ന പോലെ, എന്നിട്ട് വൈകിട്ടെടുത്ത് ചുടുന്ന പോലെ വൈകിട്ട് പോയി ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യല്ല കേട്ടോ. കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്യും, ആ ഒരു പുറത്തുള്ള അറ്റ്മോസ്ഫിയർ, ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അത് നമ്മുടെ താരനും കാര്യങ്ങൾക്കൊക്കെ കാരണമാകുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾക്ക് ഹെയർ ഓയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പിലും ലെന്തിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്ക് ഒരു ഡ്രൈ പാക്കാണ്. സോ ഓയിൽ ചെയ്യുക മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് ഒരു ഫുൾ മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞയും വെള്ളയൊന്നും വേർതിരിക്കുന്നില്ല, ഫുൾ മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവണക്കെണ്ണ. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല ഈ ഒരു ടൈപ്പ് ഓഫ് ക്രീമി ടെക്സ്ചറിലായിരിക്കും, എന്നാൽ കുറച്ച് ലൂസും ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷാൾ എടുത്തിട്ടത്. കാര്യം ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലും കുറച്ച് കഴിയുമ്പോൾ അതിന് ഇങ്ങനെ ഇങ്ങനെ വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഷാൾ എടുത്ത് കെട്ടിയത്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം, അല്ലെങ്കിൽ ഒരു പഴയ മുഷിഞ്ഞൊരു ഷർട്ടോ ടീഷർട്ടോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് മാത്രം സ്കാൽപ്പിലും നമ്മുടെ ഹെയർ ലെന്തിലും മുടിയിലും മൊത്തത്തിലൊന്ന് നന്നായിട്ട് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം വേറൊന്നല്ല ഗൈസ്, ഇതൊരു അടിപൊളി പാക്കാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ സ്പായൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു അടിപൊളി ഒരു ഭയങ്കര ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു ഷാമ്പുവും അതുപോലെ തന്നെ ഒരു കണ്ടീഷണറും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു അടിപൊളി റിസൾട്ട് ഉണ്ടല്ലോ, അതുപോലൊരു സൂപ്പർ റിസൾട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്യുക. നമ്മുടെ ചലഞ്ചിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ആ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയർ ലെന്തിലും ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക്
ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് ഗൈസ്. എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല റിസൾട്ട്, കാര്യം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിസൾട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ നേരിട്ട് അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എൻ്റെ ചാനൽ നേരത്തെ കാണുന്നവരായാലും പുതിയതായിട്ട് കാണുന്നവരായാലും ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, എൻ്റെ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഗൈസ്, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എന്താ പറയുക, മുടി ഒട്ടും തന്നെ അങ്ങോട്ട് വളരുന്നില്ല എന്നൊക്കെയുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു വർഷം മുടി വളരുന്ന അളവെന്ന് പറയുന്നത് മാക്സിമം എത്രയാണെന്നറിയോ? 15 സെൻറ്റിമീറ്ററാണ് ഒരു വർഷം. അതായത് ഏകദേശം ഒരു 6 ഇഞ്ച് അത്രത്തോളൊക്കെ വളരത്തുള്ളൂ. അതാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചിട്ട് മാത്രമേ ഇത്തരം ചലഞ്ചുകളായാലും ഹെയർ കെയർ ആയാലും ഒക്കെ നിങ്ങൾ തുടങ്ങാവൂ. അപ്പോൾ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ നല്ല എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ട്, ഭയങ്കര ഒരു മുടി ഇങ്ങനെ വിട്ട് നമുക്ക് ഓരോ മുടി എണ്ണിയെടുക്കാം. അത്ര എന്താണ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പായാലും മുടിയായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം കിട്ടിയെന്നറിയില്ല. അതാ ഇത്രത്തോളം എൻ്റെ ലെന്ത് ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ തലേ ദിവസം മുടി നല്ല പിന്നി കെട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ അറിയോ, ഭയങ്കര ഇങ്ങനെ ചുരുണ്ട് പോലെ ഇരുന്നു. അത് പിടിച്ച് നീട്ടും പോകണല്ലോ, നല്ല ലെന്ത് ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് എനിക്ക് ലെന്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ചലഞ്ച് കൊണ്ടാണോ നേരത്തെ ഉണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.